എല്ലാവരും നമസ്കാരം. ഇന്നത്തെ വ്ളോഗിലേക്ക് അതിഗംഭീരമായ സ്വാഗതം. അപ്പൊ നമ്മളുടെ താടി പഠിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ വ്ളോഗാണ് ഗൈസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പൊ ഇന്ന് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആഘോഷ പരിപാടിയുടെ ഭാഗമായി എന്തിന്റെ ആഘോഷം? നമ്മുടെ കല്യാണ വാർഷികമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നിപ്പോ എറണാകുളത്തേക്ക് പോവാണ്. കൊച്ചി മാരിയറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ്. അവിടെ സ്റ്റെക്കേഷൻ പരിപാടികളും ബാക്കി സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അടക്കമുള്ള ഒരു പാക്കേജ് എടുത്തിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വഴിയേ പറയാം. ഇതിന് എത്ര രൂപയെന്ന് ഇപ്പൊ കുറെ പേര് ആലോചിക്കണ്ടാവും കേട്ടോ. അത് വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. എന്തെങ്കിലും നിങ്ങൾ വീഡിയോ അവസാനത്തേക്ക് സ്കിപ്പ് ചെയ്യണ്ട. ബാക്കി ഒരുപാട് പരിപാടികൾ വരാൻ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് അതിഗംഭീരമായ സ്വാഗതം. അതാണ് അപ്പുറത്തെ വഴിയാണോ പോകേണ്ടത്? നമ്മൾ കറക്റ്റ് തന്നെ ആണോ? അത് അവര് തെറ്റ് വരുന്നതാ എന്നെ മനസ്സ് പറയണു. ലുലുവിന്റെ അടുത്താട്ടോ മാരിയറ്റ്. ടിക്കി ഓപ്പൺ ചെയ്യാനാ? കള്ളക്കടത്തുണ്ടെന്ന് പറയാനാ? സ്ട്രൈറ്റ് ആണ്. Turn right, then the destination is on your right. അതായത് റാ അടിച്ചു വരണം ഇതിലെ. വാലേ പാർക്കിംഗ് ആയിരിക്കും. കീ കൊടുത്താൽ മതിയോ? Cheers. 12ാം നിലയിൽ 10ാം നമ്പർ റൂം. 12-10 നമ്മുടെ റൂം. അപ്പൊ എല്ലാം സെറ്റ് ആണ് അല്ലേ? ഇത് കോംപ്ലിമെന്ററി. ലുലുവിന്റെ ഒരു വൗച്ചർ ഉണ്ട്. ഈ സ്റ്റേക്കേഷൻ പാക്കേജിൽ 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം ലുലു ഫാഷൻ സ്റ്റോറിന്ന്. ഓക്കെ. അയ്യോ, നമുക്ക് 12ന് വരാൻ വല്ല 25 ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. ഗംഭീര വ്യൂ ആയാണ്. ഇതാട്ടോ ലിഫ്റ്റിന്റെ ഇന്റീരിയർ സംഭവങ്ങളൊക്കെ. നമ്മുടെ ലഗേജും പരിപാടികളും കൊള്ളാം, അടിപൊളി. ഇതാരേ സുന്ദരി. പക്ഷേ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇനി അകത്തേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം. താങ്ക് യു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മുറി. മേരി മാർഗരറ്റ് അകത്തെത്തിയിരിക്കുന്നു. എങ്ങനെയുണ്ട് മുറി? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ റൂം വന്നിട്ട്. വലിയൊരു മിററും സംഭവം ഉണ്ട്. ഇതാണ് നമ്മുടെ ബെഡും പരിപാടികളൊക്കെ. അതെ. ഇത് വന്നിട്ട് ഒരു ഇരിക്കാൻ ഒരു കംഫർട്ടബിൾ ചെയർ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ഡെസ്ക് ഉണ്ട്. വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. TV ഉണ്ട്. പിന്നെ ഇവിടെ മേരി മാർഗരറ്റ് കിടപ്പായിട്ടോ. ഓക്കെ. ഇവിടെ വന്നിട്ട് ഒരുപാട് കുപ്പിയും വെള്ളവും പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഇതിന്റെ അകത്ത് എന്താ ഉള്ളത്? ഇതേടാ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട്. അണ്ടിപ്പരിപ്പ്. ഇതൊക്കെ പെയ്ഡ് ആയിരിക്കും കേട്ടോ. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരും. ഇത് നമ്മുടെ റൂം കീ. റൂം കീ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ലൈറ്റും സംഭവങ്ങളും തെളിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി നമ്മുടെ വാഷ്റൂം കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ നമ്മുടെ ടോയ്ലറ്റും സംഭവങ്ങളുണ്ട്. പലും പരിപാടികളും സംഭവങ്ങളും എല്ലാം ഉണ്ട്. കൊള്ളാം, അടിപൊളി. ഇത് വന്നിട്ട് കുളിക്കാനുള്ള സ്ഥലം. അമ്മേ, അയ്യോ, ഈ കിടന്ന് കുളിക്കണ പരിപാടി ഇല്ല കേട്ടാ. എന്തൊക്കെ കിമിറിക്ക? ഏതോ ഒരു എനിക്ക് തോന്നുന്നു കിയാര അദ്വാനിയുടെ ഒക്കെ എന്തോ ഒരു ഈ സാധനമൊക്കെ ഇപ്പൊ തന്നെ ബാഗിലാക്കാം. അതാണ് നമ്മൾ മലയാളികൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ. ഏത് ഹോട്ടല്? അതെ, അതിചേട്ടനല്ലോ. ഇവ വീട്ടിൽ നിന്ന് സോപ്പും തോർത്തായിട്ട് വന്നിക്കണം. ഒക്കെ ബാഗിൽ പോകും. ഈ സാധനങ്ങളൊക്കെ ഇവയുടെ ബാഗിലായിരിക്കും. നാളെ ഇത് തിരിപിടിക്കുന്നതിൽ പൊന്തും. ഇവിടെ ഇയാളന്മാര് ജസ്റ്റ് ഒന്ന് തുറക്കാം. ഓക്കെ. ഓക്കെ. ഇതിന്റെ അകത്ത് മറ്റേ ചെരുപ്പ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെരുപ്പ്. ഇത് പൊക്കും. ഇത് ലോണ്ടറി ബാഗ് ഉണ്ട്. ഇവിടെ ലോക്കർ ഉണ്ട്. ഇതിന്റെ അകത്ത് എന്താ? ഹെയർ ഡ്രയർ ആണ്. ഇതൊന്നും നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ, പ്രശ്നമാണ്. അടുത്ത വാതിൽ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ഫേവറേറ്റ് സംഭവം ഈ ഗൗണാണ് അടുത്തതായിട്ട് ഇടാൻ പോണത്. ഇവിടെ തേപ്പട്ടിയും ബാക്കി സംഭവങ്ങളുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ നോക്കാം. പുറത്തേക്കുള്ള വ്യൂ വന്നിട്ട് അടിപൊളിയായിരിക്കും. പൂൾ വ്യൂ എന്നാ പറഞ്ഞേ. ഇതാടാ പൂള്. ഇവിടുത്തെ രാത്രി 10 മണി വരെയാണ് ഇതുള്ളത്. ഇപ്പോൾ പൂളുണ്ട്. അത് നമ്മുടെ ലുലു മാളാണ്. ഇത് വന്നിട്ട് കൊച്ചിയുടെ ഭീകരമായ ഒരു വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. കൊള്ളാം. ജനാല കംപ്ലീറ്റ് തുറന്നിടാം. ഇതാണ് വ്യൂ ട്ടോ ഇവിടെ നിന്നുള്ളത്. അടിപൊളി. എന്താണ് പറയാനുള്ളത് ഈ ഒരു ആഗ്രഹത്തെ കുറിച്ച്? അല്ല, എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന് എവിടെയെങ്കിലും പോയി ഒന്ന് സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പ്രാവശ്യം. കാരണം നമുക്ക് അഴിച്ചേട്ടൻ വന്നപ്പോ അധികം ടൈം കിട്ടിയില്ല സ്പെൻഡ് ചെയ്യാനൊക്കെ. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് അഴിച്ചേട്ടൻ കൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. അഴിച്ചേട്ടൻ പോവാറായി. വെഡിങ് ആനിവേഴ്സറിയുടെ അല്ല മെയിൻ. അഴിച്ചേട്ടൻ പോവാറായി. അപ്പൊ അതിന്റെ ആ ഒരു വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടാൾക്ക് സ്പെൻഡ് ചെയ്യണം. എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പോവാം. എവിടെയെങ്കിലും പുറത്ത് പോകാനായിട്ടുള്ള ടൈമും ഇല്ല. അപ്പൊ ഇങ്ങനൊരു ഓപ്ഷൻ
അധികം ദൂരം പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അടുത്ത എറണാകുളമാണ്. നമ്മൾ വിചാരിച്ചു ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് സ്പെൻഡ് ചെയ്യാം, അടിപൊളിയാക്കാം, ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ചിരി അവേഴ്സ് ടൈം. ഗൈസ്, അപ്പൊ ഈ ഒരു പാക്കേജ് നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നത് ഇവരുടെ സൈറ്റിൽ നിന്ന് കേട്ടോ. പല സൈറ്റുകളും ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, മറ്റേ booking.com, അഗോഡ, അതിലൊക്കെ റേറ്റ് ഭയങ്കര കൂടുതലാണ് കാണിച്ചിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 1200 റുപ്പീസ് കുറവിനാണ് എനിക്ക് ഇവരുടെ സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും മാരിയറ്റിന്റെ സൈറ്റിൽ പോയിട്ട് ബുക്ക് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ നിങ്ങൾക്ക് വല്ല ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ IBIBO ഞാനിവിടെ കാണിക്കാം. ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില പെർട്ടിക്കുലർ ക്രെഡിറ്റ് കാർഡിന് നിങ്ങൾക്ക് ഓഫർ കിട്ടും. അതനുസരിച്ച് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1100 കിട്ടും. ഞാനിപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ 12,500, 12,300 അടുത്ത് വന്നു. അത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും 2 പേർക്കുള്ളത് ഇൻക്ലൂഡഡ് ആയിട്ടാട്ടോ. അപ്പൊ അങ്ങനത്തെ പാക്കേജ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ സ്റ്റേക്കേഷൻ പാക്കേജ് അതായിരിക്കും ബെറ്റർ കേട്ടോ. 1000 വൗച്ചറും കിട്ടും. പിന്നെ ഒരു 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് ലുലുന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതായിരിക്കും ബെറ്റർ. അപ്പോൾ ബാക്കി സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ എന്തായാലും ഇവിടെ റെസ്റ്റ് എടുത്ത് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പതിയെ കാണാം ഗൈസ്. ഇത് മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിലും സാധനങ്ങളുണ്ട്. പക്ഷെ ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ സ്പേസ് ചെയ്യണം. ഇതിന്റെ റെഡ് ബുള്ള്, പെപ്സി, മിറാൻഡ, ഇത് വന്നിട്ട് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. വേറെന്തോ ചോക്ലേറ്റ്. ഇതൊക്കെ പിള്ളേര് എടുക്കാൻ വേണ്ടി ഒരു ഈസി ആയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കൊച്ചിന് ഡബിൾ റേറ്റിലും ആയിരിക്കും. ഇതിനകത്ത് ബാർ മെനു ഉണ്ട്, മിനി ബാർ മെനു. പെപ്സിക്കൊക്കെ ചെറിയ ക്യാൻ എത്രയാണെന്ന് അറിയോടി? എത്രയായിരിക്കും? 225 രൂപ. പുറത്ത് 20 രൂപയ്ക്ക് കണ്ടല്ലേ കിട്ടാ? 20 രൂപ കിട്ടില്ല. നമ്മള് പെപ്സി കഴിക്കാത്തതാണ്. ആ ജനാലയുടെ കർട്ടൻ തുറക്കും. ഞാൻ നോക്കിട്ട് പറ്റണില്ല. റിമോട്ടാ? ഇത് റിമോട്ടാ അല്ലേ? ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു നോക്കി റിസപ്ഷനിലത്തെ എങ്ങനെ കർട്ടൻ തുറക്കാന്ന്. ഗൈസ്, കർട്ടൻ എങ്ങനെയാ തുറക്കാന്ന് അറിയാതെ ഇവ റിസപ്ഷനിലേക്ക് വിളിച്ച് ചോദിക്കാൻ പോവാണ്. ഇത്ര പാടാണോ കർട്ടൻ തുറക്കാൻ? ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയായിരുന്നേ. ഈ കേർട്ടൻ എങ്ങനെയായിരുന്നു ഒരു മാറ്റാ? ബെഡിന്റെ സൈഡിൽ സ്വിച്ച് ഉണ്ടല്ലേ? ഓക്കെ താങ്ക് യു. ഇതാന്ന് തോന്നുന്നുണ്ടോ കർട്ടൻ മാറ്റാൻ? അടുത്ത സ്വിച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാന്ന് തോന്നുന്നു. മോനെ, ഈ സ്വിച്ച് അമർത്തിയാ മതി, ഫുള്ള് തുറന്നു. മോനെ, ഇത് പൊളിയാട്ടോ. മേരി മാർഗരറ്റ് കട്ടുമേന്ന് മാറി ഇവിടെ വന്നിരുന്നു. പുതിയ സ്ഥലം കിട്ടിയിരിക്കുകയാണ്. നിന്നെ കുറിച്ച് മണ്ടനാന്ന് വിചാരിച്ചിട്ടുണ്ടാവിടെ നീ? അതെനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ മണ്ടനാന്ന് വിചാരിക്കില്ലേ? ഇപ്പൊ അവര് താഴെ പറയണ്ട, ഒരു പൊട്ടനൊരു മണ്ടനും വന്നിട്ടുണ്ട്, കർട്ടൻ പോലും തുറക്കാൻ അറിയില്ലാന്ന്. ഓക്കെ, ഇവ കവിത എഴുതാൻ വേണ്ടി ഇവിടെ ഞാൻ ഈ വൗച്ചർ ഉണ്ടല്ലോ അതെങ്ങനെ സ്പ്ലിറ്റ് ഇതാട്ടോ നമ്മുടെ ഇവിടുത്തെ. എന്റെ മോനെ ഒടുക്കത്തെ കിടലം വ്യൂ കേട്ടോ. അടിപൊളി, ഭയങ്കര നൈസാണ്. കൊച്ചിയാണ്, ഫുൾ കൊച്ചി. വേറൊരു സ്വിച്ച് ഉണ്ടല്ലോ എന്റെ അടിയിൽ, അതെന്തുട്ടത്? ഓ, ഇത് അടയ്ക്കാൻ വേണ്ടിയുള്ളതാ. ഗൈസ്, കുറച്ച് നാളായി ഞാൻ ഈ പ്രഹസനം നിങ്ങൾ കണ്ടോണ്ടിരിക്കണം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ ഏതൊരു ഹോട്ടലിൽ പോയാലും ഞാൻ മാറുന്ന എന്റെ സ്ഥിരം കോസ്റ്റ്യൂമിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. ഇതെന്താ പോക്കറ്റ് ഇവിടെ? അപ്പൊ ഞാൻ പുതിയൊരു ഡ്രസ്സിംഗ് സ്റ്റൈലിലേക്ക് മാറിയിരിക്കുകയാണ്. ഏത് ഹോട്ടലിൽ വന്നാലും എന്റെ സ്ഥിരം ഡ്രസ്സിംഗ് സ്റ്റൈലാണിത്, അല്ലേ? ഇതെന്താ ഇതിന്റെ ഇതെന്താ ഇങ്ങനത്തെ ഒരു ഡ്രസ്സിന്റെ ഇടാൻ അപ്പൊ ഞാൻ ലാഭ ഇടുന്നതിന്റെ അർത്ഥം മനസ്സിലായി. അപ്പൊ നമ്മൾ എന്തായാലും ഹോട്ടൽ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ലല്ല, ഈ റൂം എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കുന്നതായിരിക്കും. ഗൈസ്, 7 മണിയാവാൻ നമ്മൾ വെയിറ്റിംഗ് ആണ്. 4 മണിക്കാണെങ്കിൽ ചായ അടിക്കാട്ടാണ്. 250 രൂപയാണ് ചായ. ഫ്രീ ആയിട്ട്. മേരി മാർഗരറ്റ് ഇവിടെ കോഫി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കോഫിനെ കുടിക്കുന്നത്? പാൽ കാപ്പിയാണോ കട്ടൻ കാപ്പിയാണോ? ഓക്കെ, അപ്പൊ പാൽ കാപ്പി. അപ്പൊ പാൽ കാപ്പിയും കട്ടൻ കാപ്പി എടുത്ത് നമ്മൾ ഈ വ്യൂ കണ്ട് താണ്ടത് ഇവിടെ ഇരുന്ന് കുടിക്കുന്നതായിരിക്കും. ഞാൻ ഈ ചെയർ ഇങ്ങനെ ഇട്ടു കേസ്. അപ്പൊ ഇവിടെ ഇരുന്ന് സുഖമായിട്ട് കാല് പിടിക്ക് കയറ്റി വെച്ച് വ്യൂ കണ്ടോണ്ടിരിക്കാലോ. മേരി മാർഗരറ്റ് താണ്ടത് ഈ തിണ്ണയിലും ഇരിക്കും. എന്തൊക്കെയാ വാങ്ങിക്കണം എന്നുള്ള ലിസ്റ്റൊക്കെ ഇത്. എന്താണിത്? ഷൂ, ഫെനിഗ്രീക്ക് സീഡ്, ചിയ സീഡ്, ഹോട്ട് ബാഗ്, ആനക്കോടി. എന്തുട്ടാ ആനക്കോടി? എന്ത് ഓണായില്ലേ? തുറന്നോ. ഗൈസ്, നമ്മുടെ ബാത്റൂമിന്റെ വിൻഡോ ഓപ്പൺ ആവുകയാണ് ഗൈസ്. ഇതാരാ?
അല്ല നീ കുളിക്കാൻ പോവാണോ? ഇതെന്ത് താങ്ങിയ ഡാൻസ് ഒക്കെയാ മേരി മാർഗരറ്റ്. എന്തായി തോന്നുന്നു, കൊരങ്ങനെ പോലെ ഉണ്ട്. ഗൈസ്, അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ റെഡിയായി. കറക്റ്റ് 7 മണിയായപ്പോ നമ്മൾ കുളിച്ച് നല്ല വൃത്തിയായി പോയി ഫുഡ് കഴിക്കാൻ. അവിടെ ഓപ്പൺ ചെയ്തോ നമുക്ക് അറിയില്ല, പക്ഷെ നമ്മുടെ വയർ കുറച്ചേറെ കരയണു അല്ലേ? അതെ. അപ്പൊ നമ്മൾ റെഡിയായി നിൽക്കാണ്. ഇവയും റെഡിയായി, ഞാനും റെഡിയായി, എല്ലാം സെറ്റാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ എന്ന് വെച്ചാൽ രാത്രിയിലുള്ള വ്യൂ ഇങ്ങനെയാട്ടോ. പുറത്തേക്കുള്ള വ്യൂ ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം രാത്രിയിലത്തെ വ്യൂ ഒക്കെ കാണാന്ന് വിചാരിക്കണം. അപ്പൊ ഇനി നേരെ നമ്മൾ പോകുന്നു. ഇവിടെ സിനിമ നടന്നോണ്ടിരിക്കും. കുറച്ചേരം ഇത് കണ്ടോണ്ടിരിക്കുന്നു. ചെപ്പിടി വിദ്യ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോണത് പട്ടണഭൂതവും കണ്ടു. പിന്നെ നമ്മൾ പോകാൻ പോണത് എനിക്ക് ഭയങ്കര കൊതി ഡെസേർട്ട് കഴിക്കാൻ, കേക്ക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ 7 മണി തുടങ്ങി 11 മണി വരെ ഉണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് 7 മണിക്ക് പോയിട്ട് പതുക്കെ ഓരോന്ന് കഴിച്ച് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിക്കുന്നു. എനിക്ക് നമ്മുടെ ദുബായിൽ ഉണ്ടായിരുന്നപ്പോ ഉള്ള ഒരു ലൈഫൊക്കെ, ആ ഒരു പഴയ ലൈഫിലേക്ക് പോയ പോലെ തോന്നി. ഭയങ്കര മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എന്താ പറയണില്ല, കുറച്ച് നാൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ആ വീഡിയോ ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു ഇതും ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് അവിടെ സ്പെഷ്യൽ ഉള്ളത് നോക്കാം. ഗൈസ്, അപ്പൊ നമ്മൾ റെസ്റ്റോറന്റ് എത്തിയിരിക്കുകയാണ്. കൊച്ചി കിച്ചൺ എന്ന ഇവരുടെ റെസ്റ്റോറന്റ് പേരിട്ടോ. ഇവിടെയാണ് നമ്മുടെ ബുഫേ പരിപാടികളൊക്കെ നടക്കുന്നത്. ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഫുഡ് എടുക്കാൻ പോയാലോ? മേരി മാർക്കറ്റ് ഇവിടെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് സലാഡിന്റെ സെക്ഷൻ ആട്ടോ. ഒരുപാട് സലാഡ്സും സംഭവങ്ങളും ഉണ്ട് ഇവിടെ. ഇത് ഒരു മനുഷ്യ കുഞ്ഞു പോലെ എടുക്കാണ്ട് വെച്ചിട്ടുണ്ട് കർഡ് റൈസ്. അന്നമ്മയുടെ ഫേവറേറ്റ് മറ്റേ സാധനം പാനിപൂരി. എടാ, അങ്ങനെ എടുത്ത് പ്ലേറ്റിൽ ഇട്ടിട്ട് വേണം തിന്നാൻ. അപ്പൊ ഇവിടെ നമ്മുടെ ചാട്ട് സംഭവങ്ങൾ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇവിടെ ഉള്ളത്. അപ്പൊ ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ ചിക്കൻ സൂപ്പും ഉണ്ട് ഇവിടെ, ദാലിന്റെ സൂപ്പും ഉണ്ട്, ബ്രെഡ് ഐറ്റംസ് ഉണ്ട്. ഇത് റോസ്റ്റഡ് ചിക്കൻ ഉണ്ട് കേട്ടോ. സോസും ഉണ്ട്. ഓക്കെ. റൈസും കറീസും ആയിരിക്കും. ചിക്കൻ ഇത് അച്ചാറും ബാക്കി സംഭവങ്ങളാടാ. ഇതങ്ങനെ മറ്റേ എന്താ പറയാ, സോസുകളും പിന്നെ എന്താ ഉപ്പിലിട്ട സംഭവങ്ങളും മുളക് ഫ്രൈഡ് റൈസ്. ഇത് ചീസാണ്. കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ കുറെ. അലുവ പൊക്കി എടുത്താലേ കാജു കത്രി മുഴുവൻ. പായസം എന്ന് പറയുമ്പോൾ എനിക്ക് ഷുഗറിന് ഓർമ്മ വരും. ഒയ്യോ, എന്തോരം കേക്കാ. ഇതെന്താടി ഇവ? നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം? ഭയങ്കര ടേസ്റ്റ് ആണോ? അത് ഡെക്കറേഷൻ വെച്ചിരിക്കുന്നത്, അതെടുത്ത് തിന്നല്ലേ. എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പൊ മേരി മാർഗരറ്റ് എല്ലാം പ്ലേറ്റിൽ എടുത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെ ഒരു സൈഡ് ഒതുക്കി. അപ്പൊ ഗൈസ്, നമ്മള് ഒരു ഫസ്റ്റത്തെ സെക്ഷൻ എടുത്തു, സ്റ്റാർട്ടർ പോലെ. ഞാൻ സ്റ്റാർട്ടർ മാത്രം എടുത്തു. വായിച്ചോ? അതെ, ഞാൻ എന്ത് ചെയ്ത് ഫിഷ്, ഇതെന്താ വായില് വെള്ളം വന്നോണ്ടേ കിട്ടില്ല. ഫിഷ് ഫിംഗർ ഫ്രൈ അങ്ങനെ എന്തോ പറഞ്ഞത്. പിന്നെ ഇത് മറ്റേ ഫ്രൈൻസ്, പിന്നെ ബ്രോക്കലി, പ്രോൺസ്. ഇതെന്താ സംഭവം എനിക്കറിയില്ല, കണ്ടിട്ട്. മീൻ ഓറഞ്ച്, പിന്നെ നമ്മുടെ കോൺ, പിന്നെ ആപ്പിള് സാലഡിന്ന് കുറച്ച് ആപ്പിള്, പിന്നെ 3 ടൈപ്പ് മയോണൈസ് ഡിപ്പ്. അപ്പൊ എൻ്റെ വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സലാഡ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളത്. 2 ടൈപ്പ് ഡിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ചിക്കൻ്റെ ഒരു സംഭവം ഉണ്ട്. ഇത് വന്നിട്ട് ആപ്പിളിൻ്റെ ഒരു സംഭവം ഉണ്ട്. ഇത് വന്നിട്ട് കോൺ ഉണ്ട്. ഇവിടെ ചിക്കൻ സലാഡ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ ആപ്പിൾ സലാഡ് ഉണ്ട്. പിന്നെ 2 കുബൂസ് കൊടുത്തു ദുബായിയുടെ സ്മരണയ്ക്ക് വേണ്ടി. അപ്പോൾ ഇത്രയും സംഭവങ്ങളായി നമ്മളുടെ
സ്റ്റാർട്ടിങ് വിത്ത് ദ സ്റ്റാർട്ടേഴ്സ്. ഗൈസ്, അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ഗ്രില്ല് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ഫിഷ് ഗ്രില്ലാണ്, ഇത് വന്നിട്ട് ചിക്കൻ ഗ്രില്ലാണ്, ഇത് കുറച്ച് എന്താ പറയാ ഗാർണിഷോ. യെസ്, ഇത് വന്നിട്ട് പ്ലേറ്റിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവ വന്നിട്ട് മിക്സോ സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. അവിടെ മീൻകറി ഉണ്ട്, റൈസ് ഉണ്ട്, മലബാർ മീൻകറി, റൈസ് അല്ല ഇത് ദം ബിരിയാണി, ഇത് ഫിഷ് പിക്കിൾ, ഇത് അറിയാണ്ട് എടുത്തൊരു ബീഫ്. കുഴപ്പമില്ല, ഞാനിവിടെ കഴിച്ചോളാം. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത്. അടുത്ത നമ്മള് ദഹിപൂരി കഴിക്കാൻ പോവാണ്. ഈ പാനിപ്പൂരി, ദഹിപൂരി അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ദഹിപൂരി. അപ്പൊ അത് എല്ലാ പൂരികളും ഇവിടെ ഉണ്ട്. എല്ലാ പൂരികളും ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടം അയച്ചാൽ എനിക്ക് തോന്നുന്നു ഇഷ്ടം തന്നെയാണ്. അപ്പൊ ഇത് ഓർഡർ ചെയ്തു. അപ്പൊ നമ്മുടെ ഫുഡ് അടി പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു റൂമിൽ എത്തിയിരിക്കുകയാണ്. നല്ല എനർജി നല്ല കുറവുണ്ടാവും, വേറെ ഒന്നല്ല, നല്ല കട്ടായിരുന്നു രണ്ടുപേരും. അപ്പൊ ഇനിയിപ്പോ നാളെ രാവിലെ ബാക്കി വിശേഷങ്ങളായിട്ട് കാണാൻ കഴിയും. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. എനർജി കുറച്ച് കുറവുണ്ടാവും, പക്ഷെ നമ്മൾ നാളെ അടിപൊളിയായിട്ട് വരും. ബൈ ബൈ ബൈ. അയ്യോ എന്തത് മതി, ഓവർ ആക്ടിങ് കല്ലിച്ചാളാട്ടല്ലേ രാമൻകുട്ടി.